ഹായ് ഹലോ മാംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5-2 ടീസ്പൂണോളം നല്ലെണ്ണ ഞാനതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം മല്ലി മുളക് ഒന്നുകൊണ്ട് ഈ ബൗളിന് കണക്കാക്കി നിറച്ചെടുത്തിട്ടില്ല. ഞാൻ ഒരു ബൗള് അത് നിറച്ചെടുത്തിട്ടില്ല. നമുക്ക് ഇങ്ങനെ കൂമ്പാരം കൂട്ടി എടുക്കാതെ അല്ലാതെ എടുത്തേക്കുന്നത്. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള വറ്റൽമുളകും കൂടെ പിരിയമുളക് എടുത്തേക്കണം. അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കരിഞ്ഞു പോകാതെ തീ കുറച്ച് വെച്ച് തന്നെ അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ മല്ലിയും മുളകും നല്ലപോലെ മൂത്തതിന് ശേഷം മാത്രം നമുക്ക് മറ്റ് ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മല്ലി ഒന്ന് കൈകൊണ്ട് എടുത്ത് നോക്കുമ്പോൾ ഒന്ന് പൊടിയണം. മുളക് അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് ഇങ്ങനെ എന്താ പറയാനാ കുഴകുഴാന്നില്ലാതെ ഒന്നിതായി വരുന്ന പരുവാകുമ്പോൾ നമുക്ക് വീണ്ടും അതിലേക്ക് ആവശ്യത്തിനുള്ള ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ എല്ലാം ഒന്ന് ചെറിയതായിട്ട് നിറം മാറി വരുമ്പോൾ ഞാനിവിടെ കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പില എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കടയിൽ നിന്ന് മേടിച്ചതല്ല കേട്ടോ. അപ്പോൾ ഇത് അയ്യത്തുനിന്ന് മോൻ എനിക്ക് കൊണ്ട് തന്നതാണ്. അപ്പോൾ അത് നല്ലപോലെ നമുക്കൊന്ന് കഴുകി ഞാൻ തലേദിവസം തന്നെ ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫാനിൻ്റെ അവിടെ കാറ്റത്തിട്ട് നല്ലപോലെ ആ വെള്ളമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണ ഒന്നും ഒഴിക്കരുത് ഇനി. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണ ഒഴിച്ചാൽ നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞു പോകും. നമ്മൾ തീയലിനൊക്കെ അടിക്കുമ്പോൾ കണ്ടിട്ടില്ല, കുറേ നേരം അടിച്ച് കഴിയുമ്പോൾ അതല്ലാണ്ട് എണ്ണമയം ഇങ്ങനെ ഇറങ്ങി വരും. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമുക്കിനി നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരുണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു തുടം അത് കംപ്ലീറ്റ് അങ്ങ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി. നമുക്കിതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ എരിവ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകരുത്. എല്ലാം ഒരുപോലെ നമുക്ക് മൂത്ത് കിട്ടണം. അപ്പോൾ കണ്ടോ, ഈ ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞായറാഴ്ച ഒരു 3 മണി സമയമായപ്പോഴാണ് നല്ല മഴയാണ് ഇവിടെ. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു കുറച്ച് നേരം. എന്നിട്ട് നമ്മുടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ കുരുവൊന്നുമില്ലാതെ, ഇത് നല്ല പുളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്ന് മേടിച്ചതല്ല, ഇതൊരു വീട്ടിൽ നിന്ന് ഇങ്ങനെ മേടിച്ചുകൊണ്ട് തന്നതാണ് എനിക്ക്. അപ്പോൾ ആ പുളിയും കൂടെ നമുക്ക് കുറേശ്ശെ പിച്ചി ഇട്ട് കൊടുത്താൽ അതും കൂടെ അതിൻ്റെ അകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടും. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. നല്ല കീഴില്ല, നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ നമുക്കറിയാം അത് പൊടിയും എന്നുള്ള ആ പരുവാകുമ്പോൾ കരിഞ്ഞു പോകരുതെന്നുള്ളതേ ഉള്ളൂ. നമുക്കിനി മാറ്റി വെച്ച് നല്ലപോലെ തണുത്തതിന് ശേഷം, ചൂടോടെ അടിക്കരുത്, നമുക്ക് കുറേശ്ശെ ഇട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. കണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിക്കുമ്പോൾ സൂക്ഷിച്ചടിക്കുക. ഒത്തിരി ഇട്ട് അടിക്കുവാണെങ്കിൽ എണ്ണ ഇങ്ങനെ കനിഞ്ഞിറങ്ങിയിട്ട് ഉണ്ട കെട്ടിപ്പോവും, വെള്ളം പോലെ ആയിപ്പോവും. അതിന് ഇടവരുത്താതെ അടിക്കുക, കുറേശ്ശെ ഇട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ എല്ലാവർക്കും ബായ്.